കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബിൽ തന്നെയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഇതേ ഒരു 1.5 മുറി തേങ്ങയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും തേങ്ങാവെള്ളം, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായ പൊടിച്ചത് കേട്ടോ. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിൽ ഇതേ നെയ്യ് നന്നായി പരട്ടി വെക്കണം കേട്ടോ. പിന്നെ പാൻ ചൂടായതിനു ശേഷം ഇതേ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നെയ്യും തേങ്ങയും മിക്സ് ആയി തുടങ്ങിയ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. തേങ്ങ കരിയാണ്ട് നോക്കണം. തേങ്ങ ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മളിത് ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ തേങ്ങാവെള്ളം ആട്ട പിന്നെ ഒഴിക്കണം. 1.5 മുറി തേങ്ങയ്ക്ക് ഇത് ഒരു കപ്പ് പഞ്ചസാര എന്നുള്ള അളവല്ല ഞാൻ എടുത്തത്. അങ്ങനെ ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം ഏലക്കായ പൊടിച്ച് വെച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മളെ നെയ്യ് പരട്ടി വെച്ച പ്ലേറ്റിലേക്ക് ആട്ടത് മാറ്റിയേക്കണം. പിന്നെ അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സൈസ് ആക്കി വെച്ച് കൊടുക്കണം. ഇതിന്റെ പ്രത്യേകം എന്താന്ന് വെച്ചാൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നന്നായി ഉറച്ച് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. കത്തി വെച്ച് മുറിക്കുമ്പോൾ പോലും കുറച്ച് ടഫായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ചെടുത്തു. പക്ഷെ ഇത് കഴിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മോൾ ഭാഗം മാത്രം കുറച്ച് റഫും ഉള്ളൊക്കെ ഭയങ്കര സ്പോഞ്ച് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അടിപൊളി ടേസ്റ്റ് ആട്ടാ. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.